നമസ്തേ, ഞാൻ ഡോക്ടർ ബി ജി ഗോകുലൻ, തിരുവല്ല സുദർശനം നേത്ര ചികിത്സാലയം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏകദേശം 2 പതിറ്റാണ്ട് 3 പതിറ്റാണ്ടോളമായിട്ട് കണ്ണടയുടെ സ്വാധീനം കുട്ടികളിൽ ധാരാളമായിട്ട് ഉയർന്നു വരികയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു കണക്കെടുപ്പിൽ പറയുന്നത് വർഷം 2050 ആകുമ്പോഴേക്കും ഏകദേശം ലോക ജനസംഖ്യയുടെ 800 കോടി ജനങ്ങളുടെ 50% കുട്ടികൾ കണ്ണടകൾ അല്ലെങ്കിൽ ജനങ്ങൾ കണ്ണട ധരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 400 കോടിയോളം ജനങ്ങൾ 2050 ആകുമ്പോഴേക്കും കണ്ണട ധരിക്കുക എന്നുള്ള വലിയൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ തലമുറ കടന്നു പോകുന്നത്. ഇവിടെ ആയുർവേദ ചികിത്സയ്ക്കും ആയുർവേദ ഉപദേശങ്ങൾക്കും ധാരാളമായിട്ട് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കും. നമുക്ക് അതിന് ധാരാളമായിട്ട് ഇതിനെ ഒരു വലിയ പരിധിവരെ തടയിടാനായിട്ട് ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കും. ആയുർവേദ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന ഈ കാഴ്ചക്കുറവുകൾക്ക് ഒരു പ്രധാന കാരണം നമ്മൾ ആയുർവേദത്തിൽ നിദാനം എന്ന് പറയുന്നു, കാരണം എന്ന് പറയുന്നത് ഹേതു എന്ന് പറയുക. ഇത് പറയുന്നത് കുട്ടികളിലെ അമിതമായ മൊബൈൽ ഉപയോഗവും അടുത്തുള്ള വസ്തുക്കളിലെ കൂടുതലായിട്ട് വ്യാപരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. ഇന്ന് കുട്ടികൾ കൂടുതലായിട്ടും ഗൃഹാന്തരീക്ഷത്തിൽ പുറമേ സഞ്ചരിക്കാതെ വീട്ടിനകത്ത് തന്നെ ഇരുന്നുള്ള അടുത്ത് തന്നെയുള്ള സ്ക്രീനിൽ നോക്കുകയും കളിക്കുകയും വിനോദത്തിലേർപ്പെടുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇത്രയധികം മയോപ്പുകൾ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന അവസ്ഥ സംജാതമാവുന്നതിന് വലിയൊരു കാരണം. ഇത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിദാനത്തെ നമ്മൾ പരിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ നിദാനത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ ആദ്യപടി. കഴിയുന്നത്ര നമുക്ക് പാഠ്യേതര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈലുകൾ ഉപയോഗിക്കാതിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം മൊബൈലുകൾ ഉപയോഗിക്കുക, കൂടുതലും പുറത്തേക്ക് കാണാൻ പാകത്തിലുള്ള ഔട്ട്ഡോർ ഗെയിംസ്, ഔട്ട്ഡോറിൽ യാത്ര തുടങ്ങിയവ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ഇവയൊക്കെ നമുക്ക് കാരണം ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ആയുർവേദ വിധിപ്രകാരമുള്ള തർപ്പണം, നസ്യം, കഷായധാര, ഇവിടെ സുദർശനത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഷാഷ്ടിക പിണ്ടസ്വേദം എന്ന് പറയുന്ന ഞവരക്കിഴി തുടങ്ങിയവയൊക്കെ കണ്ണിൻ്റെ ബലത്തെ കൂട്ടുവാനും കണ്ണിൻ്റെ ദൂരത്തേക്കുള്ള കാഴ്ചയെ വർദ്ധിപ്പിക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ ചാർട്ടിൽ 1 വരി 2 വരി അല്ലെങ്കിൽ 3 വരിയെല്ലാം വായിക്കുന്നത് 3-4 വരികൾ കൂടുതലായിട്ട് വായിക്കുവാനും അതുപോലെ തന്നെ കണ്ണടയുടെ ആശ്രയത്വം കുറയ്ക്കുവാനായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു കണ്ണട ഉപദേശിക്കുമ്പോൾ അതോടൊപ്പം നൽകുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇത് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ ഒഴിവാക്കാവൂ, ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ധരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആയുർവേദ സങ്കല്പത്തിൽ അത് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയാണ് ഈ പറയുന്ന പ്രസ്താവന. എന്തുകൊണ്ടെന്നാൽ കണ്ണിന് ഒരു ഫോക്കസ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. ദൂരേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അവസരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി അതിന് പകരം കണ്ണട ധരിക്കുമ്പോൾ കണ്ണിൻ്റെ പ്രവർത്തനം അവിടെ നിലയ്ക്കുകയും അത് കണ്ണിൻ്റെ കാഴ്ച ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ വളരെയധികം പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണിനെ കൊണ്ട് തന്നെ ദൂരേക്ക് നോക്കിക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം കണ്ണുകൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പവർ കൂടാതിരിക്കുവാനും കണ്ണട ക്രമേണ ഒഴിവാക്കുന്നതിനും സഹായിക്കും. അത് തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സ കൂടി അതോടൊപ്പം ചെയ്യുമ്പോൾ അത് 10 മടങ്ങ് വേഗത്തിൽ അതിനുള്ള സാധ്യത കൂടുന്നതായിട്ട് കാണാറുണ്ട്. കുട്ടികൾ തീരെ കണ്ണട എടുക്കാതെ വരുന്ന കുട്ടികൾ പോലും ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ കണ്ണടയുടെ തീരെ ആവശ്യമില്ലാതെ തന്നെ കാഴ്ചകളും കാര്യങ്ങളും നടത്തുവാനുള്ള പ്രാപ്തി അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളിലുണ്ടാകുന്ന അനവധി തരത്തിലുള്ള ഷോർട്ട് സൈറ്റ് ആണെങ്കിലാവട്ടെ അല്ലെങ്കിൽ അടുത്തുള്ള കാഴ്ച മാത്രം ലഭിക്കുക, ദൂരെ കാണാതിരിക്കുക, ദൂരെ അടുത്തുമുള്ള കാഴ്ചകൾ വളരെ മങ്ങി കാണുക, അല്ലെങ്കിൽ ദൂരെയുള്ള വസ്തുക്കൾ ഡിസ്റ്റോർട്ടഡായിട്ട് കാണുക, അതായത് വികല്പം, അതിൻ്റെ ഷേപ്പുകൾ മാറി കാണുക, സ്റ്റിഗ്മാറ്റിസ് എന്ന് പറയുന്ന പോലെ. അതുപോലെ ഇന്ന് കാണുന്ന മറ്റൊരു രോഗം കൂടിയാണ് കെരട്ടോകോണസ് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ കുട്ടികൾ ചെറുപ്പകാലത്ത് കണ്ണിൽ അലർജിയും മറ്റും വരുമ്പോൾ ധാരാളമായിട്ട് ഞെരടുന്നതുകൊണ്ട് കൃഷ്ണമണിക്കുണ്ടാകുന്ന വലിയ തകരാറുകൾ കൊണ്ടാണ് കെരട്ടോകോണസ്. കൃഷ്ണമണി തൂങ്ങി വരുന്ന അവസ്ഥയാണ് കെരട്ടോകോണസ് എന്ന് പറയുന്നത്. കെരട്ടോ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി എന്നുള്ളതിൻ്റെ ലാറ്റിൻ നാമമാണ്. കോണസ് എന്ന് പറഞ്ഞാൽ കോണിക്കൽ ഷേപ്പിലേക്ക് കൃഷ്ണമണി തൂങ്ങി വരിക. അപ്പോൾ ദൂരേക്ക് കാണാൻ പറ്റാതെ വരിക, ലൈറ്റ് വളരെ തീവ്രമായിട്ട് കണ്ണിൽ പല ഭാഗത്തായിട്ട് പ്രവേശിക്കുക, ഒട്ടും കണ്ണുയർത്തി ദൂരേക്ക് നോക്കാൻ സാധിക്കാതെ വരിക, അങ്ങനെയുള്ള വലിയൊരു തൊഴിലിനെയും അവരുടെ ജീവിതത്തെ തന്നെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കെരട്ടോകോണസ് മാറാറുണ്ട്. ഇതിലൊക്കെ തന്നെ കൃഷ്ണമണിയുടെ ശക്തി വീണ്ടെടുക്കുവാനും കൃഷ്ണമണിയുടെ കനം വർദ്ധിപ്പിക്കുവാനും ആയുർവേദ ചികിത്സ
ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കെരട്ടോകോണസിൽ സാധാരണയായിട്ട് ആധുനിക ചികിത്സയിൽ ചെയ്യുന്നത് C3R എന്ന് പറയുന്ന ക്രോസ് ലിങ്കിങ് ആണ് ചെയ്യാറുള്ളത്. അത് ഒരു പരിധിവരെ അതിൻ്റെ കനത്തെ നിലനിർത്തുവാൻ സഹായിക്കുമെങ്കിലും കാഴ്ചയെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാറില്ല. നേരെ മറിച്ച് ആയുർവേദ ചികിത്സയിൽ കൂടി ഇത് കനം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ കാഴ്ച വർദ്ധിക്കുകയും ചെയ്യുക. കണ്ണിൽ ചെയ്യുന്ന തർപ്പണം അല്ലെങ്കിൽ ശരീരത്തിൽ ഉപയോഗിക്കുന്ന വസ്തി, കഷായ വസ്തികൾ, നേത്ര ഞരമ്പുകൾക്ക് ഉന്മേഷം പകരുന്ന അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ശക്തി കൂട്ടുന്ന വസ്തി ചെയ്യുന്നതുകൊണ്ടും കണ്ണിൽ പ്രത്യേക രീതിയിലുള്ള മർദ്ദം ചെലുത്തുന്നതുകൊണ്ടും അല്ലെങ്കിൽ തിരുമുന്നതുകൊണ്ടും അത് വളരെ വ്യത്യാസമുള്ളതായിട്ട് വരാറുണ്ട്. കേവലം 5-8 വർഷമായിട്ട് കെരട്ടോകോണസ് മൂലം കാഴ്ച ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരാഴ്ച ചികിത്സ കൊണ്ട് തന്നെ വളരെയധികം വ്യത്യാസങ്ങളുണ്ടായിട്ട് കാണാറുണ്ട്. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ കെരട്ടോകോണസ് കൊണ്ടുണ്ടാകുന്ന വലിയ പരിധിയിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കും. ജയ ജയ ശ്രീ സുദർശന, ജയ ജയ ശ്രീ സുദർശന.